അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളിവിടെ ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആളുടെ ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം അയാളുടെ പ്രൊഫൈൽ ഒന്ന് കയറുക. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ഇവിടെ വരും. അതിൽ ജസ്റ്റ് നമ്മളിവിടെ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പാസ്വേഡ് ഏതാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാസ്വേഡ്, അതായത് നമ്മളിപ്പോൾ സെക്യൂരിറ്റി പിന്നെ സെറ്റ് ചെയ്യല്ലോ ഇയാളുടെ ചാറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പാസ്വേഡ് കൂടെ കൃത്യമായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇയാളുടെ ലോക്ക് ഇയാളുടെ ചാറ്റ് ഇവിടെ ലോക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഞാനിപ്പോൾ ആ ലോക്കാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ചാറ്റിന് ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ആളെ കാണാനായിട്ട് കഴിയുന്നില്ല. ജസ്റ്റ് നമ്മുടെ സെർച്ച് ബാറിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ആളെ കാണാൻ വേണ്ടി കഴിയുക എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അയാൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിപ്പോൾ അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ കൃത്യമായിട്ട് നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പിന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അയാളുടെ ചാറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുക.